ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മീനാക്ഷി ബ്ലോസമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അല്ലെങ്കിൽ ഒരു നല്ല ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്ന് അറിയാമോ? ചിലർ ഇതിനുള്ള മറുപടി ചിലർ പറയും, എൻ്റെ കഴിഞ്ഞുപോയ കാലമായിരുന്നു നല്ല ദിവസങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു, പ്രസന്റ് ടൈമാണ് എന്ന് പറയും. ചിലർ പറയും നേരത്തെയും കൊള്ളത്തില്ലായിരുന്നു, ഇപ്പോഴും കൊള്ളത്തില്ല, ഭാവിയിലെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ്. കാരണം നമ്മുടെ ദിവസങ്ങളെ നല്ലതും ചീത്തയുമാക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ മാനസിക അവസ്ഥകളാണ്. കാരണം നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം ആ ദിവസം മുന്നോട്ട് പോകുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസൃതമായിട്ടാണ് നമ്മുടെ ഭാവി കാലവും നമ്മുടെ ഭൂതകാലവും. ഇന്നെടുക്കുന്ന നല്ല തീരുമാനങ്ങൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നന്നായിട്ട് പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ നാളെ നമുക്ക് പറയാം ഇന്നലെ എൻ്റെ ഒരു നല്ല ദിവസമായിരുന്നു എന്ന് പറയാം. ഇന്ന് എടുക്കുന്ന നല്ല തീരുമാനങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ വരും ഭാവിയിൽ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എൻ്റെ ഭാവി കാലം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നെടുത്ത തീരുമാനങ്ങൾക്കനുസൃതമായിട്ട് എനിക്ക് ഉയർച്ച ഭാവിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം എന്ന് പറയുന്നത് ഈ നിമിഷമാണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. നമ്മളോട് ആർഗ്യൂ ചെയ്യാൻ വരുന്നവരോട് നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കുക, ആവശ്യം കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് തരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓർ നെഗറ്റീവ് എനർജി നമ്മൾ അതും വഹിച്ച് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇതുകൊണ്ട് നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം തന്നെ നമ്മൾ ആ ഒരു ഭാരത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ദിവസത്തിലെ മറ്റുള്ള എല്ലാ തീരുമാനങ്ങളെയും നമ്മുടെ മൂഡിനെ അനുസരിച്ചിരിക്കും, അല്ലേ? നമ്മൾ വളരെ സന്തോഷമായി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇമോഷണലായി എടുക്കുന്ന പല തീരുമാനങ്ങളും പലപ്പോഴും തെറ്റായിരിക്കും. അതുകൊണ്ട് നമ്മളെ ഇമോഷണൽ ആക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റോട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരിക. അതിനുശേഷം നമ്മളെല്ലാം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യങ്ങൾ നമുക്കൊരു തടസ്സമല്ല എന്ന് നമ്മുടെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. നമ്മുടെ മനസ്സിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. എല്ലാ കേർവുകളെയും നമുക്ക് ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സ്, അസൂയ, ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വികാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം, ഈ ഒരു സമയം നിങ്ങൾക്ക് നാളെ ഒരു നല്ല കാര്യം ഉണ്ടാവാൻ വേണ്ട ഒരു തീരുമാനം ഈ നിമിഷം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ ജോലിയെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് പോകുന്നതിനെ കുറിച്ചാണെങ്കിലും അതിന് വേണ്ട ആദ്യ പടി നിങ്ങൾ ഈ സമയം തന്നെ നിങ്ങളൊരു തീരുമാനം അതിന് വേണ്ടിയിട്ട് എടുക്കുക. നിങ്ങൾ അടുത്ത സ്റ്റെപ്പ്, എൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്താലാണോ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുന്നത്, അത് ചെയ്യുക. നിങ്ങൾക്കൊരു കോച്ചിങ് ലഭിച്ചാലാണോ നിങ്ങൾക്ക് പുതിയൊരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുക, അത് നിങ്ങൾ ഈ നിമിഷം എടുക്കുക. അതിന് വേണ്ട ഒരു സോഴ്സ് കണ്ടെത്തുക. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ഡെവലപ്മെന്റ് ആണ് വേണ്ടതെങ്കിൽ എൻ്റെ നിലവിലുള്ള വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് എനിക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിന് വേണ്ട ഒരു സോഴ്സ് കണ്ടെത്തുക. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സേവിങ്സ് തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനുവേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഈ ഒരു നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ. ഈ ഒരു നിമിഷമാണ് നിങ്ങളുടെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ഭാവി കാലത്തെയും ഇനി വരും ഭൂതകാലത്തെയും നിശ്ചയിക്കുന്നത് ഈ ഇപ്പോൾ എടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് ഈ ഒരു നിമിഷം, ഈ ഒരു വീഡിയോ കേൾക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നല്ല തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു നിമിഷം നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങളുടെ ഭാവി ഭദ്രമായിരിക്കട്ടെ, സന്തോഷകരമായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.